ഭൂമിയുടെ സ്വർഗം അത് കടലിനുള്ളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിലാണ്. ആ സ്വർഗത്തിലേക്കാണ് ഞങ്ങളിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പോകും. സോ നമ്മളിന്ന് സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനലിലൂടെ കോറൽ ഐലൻഡായ ലക്ഷദ്വീപിലെ കടലിനടിയിലെ അത്ഭുത കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതും സ്കൂബ ഡൈവിങ്ങിലൂടെ. ഇനി സ്കൂബ ഡൈവിങ് എവിടെ ചെയ്യാം, എങ്ങനെ ചെയ്യാം, ആരൊക്കെ ചെയ്യാം, ഇനി പ്രൈസ് എത്രയാകും എന്ന ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് വന്നതിൻ്റെ മെയിൻ പർപ്പസ്, അതെ, ഈ ഡ്രസ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വേറൊന്നുമല്ല, സ്കൂബ ഡൈവിങ്. അതെ, സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന പ്ലേസ് സാൻഡി ബീച്ച്. ലക്ഷദ്വീപ് കവറത്തിലെ സാൻഡി ബീച്ചിലാണ് വന്നിരിക്കുന്നത്. സ്കൂബയ്ക്കുള്ള നമ്മൾ സ്യൂട്ടൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ഇറിവിരിക്കുകയാണ്. കട്ട വെയിലാണ്. പക്ഷെ അതൊന്നൊരു വിഷയമല്ല. നമ്മളിത് കടലിൻ്റെ അടിയിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ പോകണമെന്നുള്ളൊരു ആകാംക്ഷയിലാണ്. യെസ്, ഫസ്റ്റ് അവർ ട്രെയിനിങ് തരും. അപ്പം ഓരോരുത്തർക്കായിട്ട് ട്രെയിനിങ് തരാണ്. ട്രെയിനിങ് കഴിഞ്ഞൂടെ നമ്മൾ ഇറങ്ങും. അതെ അതെ അതെ, ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തോ പറയണ, നമ്മൾ കവരത്തിയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു മനസ്സിലെ കുറേ പിക്ചേഴ്സ് വരില്ലേ കവരത്തി വരുമ്പോൾ അത് ചെയ്ത് അതിലെ മെയിൻ സംഭവം എല്ലാവർക്കും വരുന്ന ഒരു സംഭവമുണ്ട്. കടലിൻ്റെ അടി പോവുക, നല്ല കളർഫുൾ മീനുകളൊക്കെ കാണുക. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ കറക്റ്റ് നല്ല ഉച്ച സമയമാവും. പിന്നെ ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് വന്ന് പറയാം. സോ സ്കൂബയ്ക്ക് പോയി എല്ലാം റെഡി ആയിട്ട് അപ്പം തന്നെ അവർ നമ്മുടെ കയ്യിൽ ഫോം വരും. വേറൊന്നുമില്ല, നമുക്ക് വല്ല മെഡിക്കൽ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ എഴുതുക, പിന്നെ കുറേ സൈൻ ഇടുക, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. സോ അതൊക്കെ വായിച്ച് സൈനിട്ട് എഴുതി കൊടുക്കുക. സോ സ്കൂബയ്ക്ക് ഇറങ്ങുന്ന മുമ്പ് മെയിൻ വേറൊരു കാര്യമാണ് ട്രെയിനിങ്. അവർ നമുക്ക് നന്നായിട്ട് ട്രെയിൻ ചെയ്താണ് നമ്മളെ വിടുന്നത്. അത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് പരിപാടിയല്ല. ഒരാളെ ട്രെയിൻ ചെയ്യുന്നതിന് 10-20 മിനിറ്റ് കൂടുതൽ അവർ എടുക്കുന്നുണ്ട്. സോ അവരെങ്ങനെ അതൊക്കെ യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഓക്സിജൻ്റെ അത് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാനുള്ളതൊക്കെ ഫുൾ ട്രെയിൻ ചെയ്തതാണ്. നമ്മളെ ഗായത്രി ഇതാ ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ഉപ്പുവെള്ളമല്ലേ കണ്ണ് തീരാൻ സാധ്യത. അതുകൊണ്ട് വെള്ളം കയറാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. കേസ് കയറിയാലൊന്നും ചെയ്യാനില്ല. അത് തന്നെ നോക്കാം. വായിലൂടെ ബ്രീത്ത് എടുത്തിട്ട് മൂക്കിലൂടെ കളയാം. ഇതിൽ ചെയ്യുന്നത് വായിക്കൂടെ ശ്വാസം എടുക്കാം. അപ്പോൾ വായിക്കൂടിയാണ് ഓൾറെഡി ബ്രീത്തിങ് ബേസ് വായിലായിരിക്കും വെച്ചത്. വായിലൂടെ ശ്വാസം എടുക്കാൻ പറ്റും. മാസ്കിൽ വെള്ളം കയറിയാണ്. ഇൻഹെയിലും എക്സെയിലും എല്ലാം വായിൽ കൂടെ തന്നെ. മനസ്സിലാവും. കേസ് മാസ്കിൽ വെള്ളം കയറിയാൽ നമുക്ക് നോസിൽ കൂടെ എക്സെയിൽ ചെയ്യാം. ഇതാണ് 3 പ്രോബ്ലം. കേസ് ഈ 3 പ്രോബ്ലംസിലൊന്നും സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോബ്ലം സിഗ്നല. എന്നിട്ട് എവിടെയാണോ പ്രോബ്ലം അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ചെവി വേദന എടുക്കുന്നുണ്ട്, ചെവി പോയിൻ്റ് ഔട്ട് ചെയ്യുക. വായിൽ വെള്ളം കയറി, വായിൽ പോയി എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ട ഒന്നുകൂടി വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കാണിച്ചു തരും. എന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് വരാം. ഇതാണ് മുകളിലോട്ട് വരാനുള്ളത്. ഇത് ഓക്കെ, ഇത് മുകളിലോട്ട് വരാനുള്ളത്. അല്ല അതായത് നമ്മൾ 12 മീറ്റർ വരെ ഡെപ്ത് പോവാം അല്ലേ. നമ്മൾ ഡയറക്റ്റ് 12 മീറ്റർ പോകില്ല. ആദ്യം ചെറിയ ഡെപ്തിൽ പോയിട്ട് കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ട് 12 മീറ്ററിൽ. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ സിഗ്നൽ കാണിക്കാം, ഡൗൺ സിഗ്നൽ കാണിക്കും. ഓക്കെ ഓക്കെ നോട്ട് ഓക്കെ. കംഫർട്ടബിൾ അല്ലാതുണ്ടെങ്കിൽ ഓക്കെ. നിനക്കിത് പറ്റില്ല, അരുത്, നീ ചെയ്യരുത് എന്നൊക്കെയാണ് നിങ്ങൾ കേട്ട് വളർന്നതെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം കിട്ടും ഇതൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു നിമിഷം കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും അത് വിട്ടുകളയരുത്. കാരണം എൻ്റെ ചുറ്റിലും ഇപ്പോൾ കടലാണ്. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. പക്ഷേ കടലിനുള്ളിൽ എന്നെ കാത്തിരിക്കുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഈ പേടിയൊക്കെ അങ്ങ് മാറ്റി നിർത്താം. അപ്പോൾ
ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുവാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭൂമിയിലെ സ്വർഗം അത് കടലിനുള്ളിൽ തന്നെയാണ്. ശരിക്കും ഞാൻ ഡ്രീമിലാണോ അതോ റിയാലിറ്റിയിലാണോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു കടലിനുള്ളിൽ. വ്യത്യസ്തമായ മീനുകളുടെയും പവിഴപ്പുറ്റുകളുടെയും ഇടയിലൂടെ സഞ്ചരിച്ചപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാനായില്ല. വരൂ, നമുക്ക് ഈ അത്ഭുത കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസിനെ കുറിച്ചായിരിക്കും അല്ലേ? സോ പ്രൈസിങ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2 തരത്തിലെ ഡൈവിങ് അവൈലബിൾ ആണ്. നമുക്ക് നോർമൽ ഡൈവിങ് അവൈലബിൾ ആണ്, ഡീപ്പ് ഡൈവിങ് അവൈലബിൾ ആണ്. നമ്മൾ ആക്ച്വലി പോയത് ഡീപ്പ് ഡൈവിങ് ആയിരുന്നു. ഡീപ്പ് ഡൈവിങ് ആകുമ്പോഴത്തേനും നല്ല ആഴത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സോ അതിൻ്റെ ചാർജസ് 4500 rupees പെർ ഹെഡാണ് വരുന്നത്. പിന്നെ നമുക്ക് നോർമൽ ഡൈവിങ് ആണെങ്കിൽ ആഴത്തിലോട്ട് കൊണ്ടുപോകത്തില്ല. അപ്പോൾ അതിൻ്റെ ചാർജസ് ആണെങ്കിൽ 3500 പെർ ഹെഡാണ് വരുന്നത്. ഞങ്ങൾ 2 പേരും 2 സൈഡിലോട്ടാണ് പോയത് ഡൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. വരുന്നുണ്ട്. ദേ നിൽക്കുന്ന ആമ എന്നെ ഭയങ്കര ഞെട്ടിപ്പിച്ചു. കാരണം ഒരു മീൻകൂട്ടം നോക്കി നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ആമ നേരെ ഒരു മീനിനെ ഇപ്പം ചാടി കയറി കടിച്ച് പിടിക്കുമെന്നൊക്കെ. ആ ഒരു നോട്ടോ ആ ഒരു നിപ്പ. പക്ഷെ അതല്ല സംഭവിച്ചത്. ആ മീൻകൂട്ടം പോകുന്നവർ വെയിറ്റ് ചെയ്ത് ആ മീൻകൂട്ടമൊക്കെ പോയിട്ട് അത് അതിൻ്റെ വഴിയിലോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുക ചെയ്തത്.
ഇത്ര സമാധാനത്തോടെ ജീവിക്കുന്നതുകൊണ്ടാവാം കടലിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള ജീവിയെ ആമയുള്ളത്. കടലിൻ്റെ ആഴത്തിൽ പോയപ്പോൾ എനിക്കെന്നെ കൺഫ്യൂസായി. ഞാൻ കാണുന്നത് റിയാലിറ്റി ആണോ അതോ ഇനി വല്ല സിനിമയിലെ ഗ്രാഫിക്സ് ആണോ എന്നൊക്കെ. അതൊരു എക്സ്പീരിയൻസാണ്. സോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്കൂബ ചെയ്യാൻ ചാൻസ് കിട്ടുവാണ് ഉറപ്പായിട്ട് മിസ് ചെയ്യല്ലേ. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത്. ഈ മീനിൻ്റെ പേര് ഓറിയൻ്റൽ സ്വീറ്റ് ലിപ്സ് എന്നാണ്. ആള് നമ്മളെ കുഞ്ഞുകുഞ്ഞൻ സിനിമയിലെ വാസുവണ്ണൻ്റെയൊക്കെ ടെറർ ലുക്കാണ്. പക്ഷെ ആള് ഭയങ്കര സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന പാവം ഒരാളാണ്. നമ്മൾ സ്കൂബയ്ക്ക് നമ്മുടെ ടീമിൻ്റെ കൂടെ വന്നതാണ്. ഹായ്, എൻ്റെ പേര് ഡെല്ലിസ്. ഞാൻ പോയി പകുതിയേ ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും ചെയ്യും. എല്ലാവരും സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അടിച്ചുവിടുക. സോ ഇതാണ് നമ്മുടെ ടീം. നമ്മളിവിടെ ട്രെയിൻ ചെയ്യണത് നമ്മളവിടെ, അല്ലെങ്കിൽ എന്തോ പറയാ, നമ്മളിവിടെ കടലിനുള്ളിലൊക്കെ കാഴ്ചകൾ കാണിക്കാൻ വരുന്ന ഇക്കമാരാണിത്. ഇക്ക ഒന്ന് ഹായ് കാണിച്ചു എല്ലാവരും. കീടലൻ ടീമാണ്, വൈബ് ടീമാണ് ഇവർ. ധൈര്യത്തോടെ പോകുന്നു. ഇവിടെ ആരെ കിട്ടിയാലും സൂപ്പറാണ്. നിങ്ങളോട് ആരും വന്നാൽ അടിപൊളിയാണ്. സൂപ്പർ ട്രെയിനിങ് ആണ്. നമുക്കിവിടെ എന്തൊക്കെ സർവീസ് ഉണ്ടാവുക? ഇവിടെ വാട്ടർ സ്കൂട്ടർ ഉണ്ട്, പിന്നെ സ്കൂബ, ഗ്ലാസ് ബോട്ട്, അമ്പോട്ട്, കയാക്കിംഗ്, ഇതൊക്കെയാണ് ഇവിടുത്തെ. ബനാന റൈഡ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വിൻസർ ഫ്രീ എന്ന് വെച്ചാൽ മറ്റേ കാറ്റത്ത് പോണേ. ഓക്കെ. ഞാൻ 1-2 റൈഡ് എന്നാ വിചാരിച്ചാൽ. അല്ല കേട്ടോ, ഇവിടെ ഒരുപാട് റൈഡ് ഉണ്ട്. നമുക്ക് കുറേ സ്നോക്ലിംഗ് ഉണ്ട്. സ്നോക്ലിംഗ് ഒക്കെ അടിപൊളിയാണ്. അതെങ്ങനാ? രാത്രി നൈറ്റ് ഡ്രൈവ് ഉണ്ട്. ഇവിടെ എത്ര മണി വരെയൊക്കെ സർവീസുള്ള?
അത് ലൈറ്റ് പോകുന്നവരുണ്ടാവും. ലൈറ്റ് പോകുന്നു. അപ്പോൾ നമുക്കൊരു 8-9 മണിക്കൊന്നാ അതിൻ്റെതായ എന്തെങ്കിലും കാണാൻ കിട്ടൂലേ? 5:30 വരെ ഉണ്ടാവും. ഉണ്ടാവും. രാവിലെ തുടങ്ങിയിട്ട് 5:30 വരെ ഉണ്ടാവും. രാവിലെ 5. സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ആ സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാർ മാത്രം നൈറ്റ് 6 മണി മുതൽ രാവിലെ 6 മണി വരെ. രാവിലെ 6 മണി വരെ. ഇത് ഇവിടെ ഫുൾ ടൈം പരിപാടി കേട്ടോ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. Under one roof. അതെ, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. ഇവിടെ വന്നാൽ മതി, പൊളിക്കാം. കടലിലെ കാഴ്ചകൾ അതിമനോഹരമാക്കി കാണിച്ചു തരാം. സഞ്ചാരം. പിന്നെ ഇതേ നമ്മുടെ ക്യാമറാമാൻ ഇക്കയാണ് നമ്മളോട് കടലിൽ വന്നിട്ട് ഭയങ്കര റിസ്ക് എടുത്ത് ഒരുപാട് നല്ല ഷോട്ടുകളൊക്കെ നമുക്ക് എടുത്തു തന്നു. നമ്മൾ പറയാതെ തന്നെ നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ഇക്ക തന്നെ കറക്റ്റ് അറിഞ്ഞ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ എടുത്തു തന്നു. സൂപ്പർ ഇക്കയാണിത്. ഓക്കെ, പിന്നെ വേറൊരാളെയും കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഞാൻ ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെടുത്താൻ പോകാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മളോട് സ്കൂബയ്ക്ക് ട്രെയിനർ റിസ്വാന. കൊച്ചിക്കാരിയല്ലേ? അതെ, കൊച്ചിക്കാരിയാണ്. അടിപൊളിയാണ്. നമുക്ക് ട്രെയിനിങ് ഒക്കെ അന്ന് അടിപൊളിയായിരുന്നു. സോ താങ്ക് യു. ഓക്കെ, സൂപ്പർ ഡൂപ്പർ. ഓക്കെ, സൂപ്പർ ഡൂപ്പർ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, മറക്കാണ്ട് ഫോളോ ചെയ്യുക. അതെ, ഓക്കെ, ഓൾ ദ ടൈം. ഓക്കെ. ഓക്കെ, അപ്പം നമ്മൾ എവിടെയാണ് സ്കൂബ ചെയ്തതെന്നൊക്കെ അറിയണ്ടേ? നിങ്ങൾക്ക് വരുമ്പോൾ യൂസ് ആവില്ലേ? ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം. നമ്മൾ നേരെ കവരത്തി എത്തുക, സാൻഡി ബീച്ച് അന്വേഷിക്കുക. ഇതാണ് സാൻഡി ബീച്ച് അന്വേഷിക്കുക. സാൻഡി ബീച്ച് വന്നാൽ നമുക്ക് നേരെ വേണം നമ്മളിവിടെ കയാക്കിങ്, ബാക്കി ഇവിടെ ഗ്ലാസ് ബോട്ടിൽ റൈഡ്, അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട് ഇവർക്ക്. അവിടെ എത്തുക. ഓക്കെ, അവിടെ എത്തിയാൽ നമ്മൾ സാൻഡി ബീച്ചിൽ തന്നെ ഇവർ ഉണ്ടാവും. അറ്റോൾ സ്കൂബ. ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കാര്യം എടുത്തു പറഞ്ഞേ പറ്റൂ. കാരണം കിടില ഇൻസ്ട്രക്ടേഴ്സാണ്. ഇവിടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് അവർ ഡൈവിന് കൊണ്ടുപോകത്തില്ല. ഫസ്റ്റ് നമുക്ക് ട്രെയിനിങ് തരും. നമ്മളിപ്പോൾ സപ്പോസ് വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ എങ്ങനെ അറിയിക്കാം, അങ്ങനെ കുറേ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കിടിലം ഇൻസ്ട്രക്ടേഴ്സാണ്. അങ്ങനെ നമ്മുടെ സ്കൂബ വീഡിയോയും ലക്ഷദ്വീപ് കവരത്തിയിലെ സാൻഡ് ബീച്ച് വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. സോ നമ്മൾ അടുത്ത ലക്ഷദ്വീപിലെ പുതിയ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്ന പരിപാടി ഇല്ലല്ലോ. സോ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നിങ്ങളെ കാണിക്കും. നിങ്ങൾക്ക് ലക്ഷദ്വീപ് വരുമ്പോൾ ഭയങ്കര യൂസ് ആവും. സോ നമ്മൾ സ്റ്റേ ട്യൂൺഡ് അല്ലേ, ഫോളോ ചെയ്യുക, സ്റ്റേ ട്യൂൺ. സോ നമ്മൾ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ. സോ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഉള്ള ഫോർമാറ്റ് പിടിക്കാം. അതെ, നമുക്ക് വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.